പിന്നെ ഇലക്ട്രിസിറ്റി എത്താത്ത, റോഡുകളില്ലാത്ത ഗ്രാമം. പക്ഷേ ഈ ഡിപ്ലോമാറ്റിക് കരിയർ എന്നുള്ളൊരു താല്പര്യം എന്നു മുതലാണ് തുടങ്ങിയത്? അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന സമയം തന്നെ അങ്ങനെ ആണോ പ്ലാൻ ചെയ്തിരുന്നത് കാര്യങ്ങൾ? എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം ഏതാണെന്നും എനിക്കറിയായിരുന്നു. അത് മാത്സ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം. ഞാൻ വീക്കായിരുന്നു മാത്സിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പീസ് റേഡിയോ സവിശേഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായിട്ടുള്ള അമീൻ അരിമ്പ്രയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്പിലെ ബെൽജിയത്തിലെ ബ്രസൽസിൽ ബേസ് ചെയ്തുകൊണ്ട് പ്രൊജക്റ്റ് ഓഫീസറായിക്കൊണ്ട് ഇന്ത്യയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകളിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന വലിയൊരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ എന്നുള്ളത്. ഇത്തരം സംവിധാനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി എന്ന തലത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. അദ്ദേഹത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അമീൻക ഒരു UN വർക്ക് ചെയ്യുന്നൊരു വ്യക്തി. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിപ്ലോമസി, പൊളിറ്റിക്കൽ കരിയർ, ആ രീതിയിലൊക്കെ ഒരു സ്വപ്നം കാണുന്ന ഒരു ഏരിയയാണ് ഇത്തരം കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു നിങ്ങളൊരു ജേണി? സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാം. ഓക്കെ, ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഉപ്പ അതേപോലെ തന്നെ പ്രവാസിയായിരുന്നു. ജനിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 2 വയസ്സായപ്പോഴേക്കും ഞാൻ പിന്നെ സൗദി അറേബ്യയിലായിരുന്നു ഇപ്പോൾ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഞാനൊരു 2 വയസ്സ് മുതൽ പിന്നെ പഠിച്ചതും വളർന്നതൊക്കെ സൗദിയിൽ റിയാദിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് +2 വരെ പഠിച്ചു. അവിടെ അടുത്ത ഇന്ത്യൻ സ്കൂളിലായിരുന്നു പഠിച്ചതും. അതിന് ശേഷമാണ് ഞാൻ പിന്നെ നാട്ടിലേക്ക് വരുന്നതും. പിന്നെ ഹൈദരാബാദിൽ ആയിരുന്നു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. അവിടെ ബാച്ചിലേഴ്സ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ യൂറോപ്പിലെ സിയോൺസ്പോ, പാരീസിലെ വേൾഡിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പൊളിറ്റിക്കൽ സയൻസിന്. അപ്പോൾ അവിടെ മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിന് പോവുകയും പിന്നീട് അതിനുശേഷം ഇത് വളരെ ചുരുങ്ങിയ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. ഇതൊരു ലീനിയറായിട്ടുള്ള പ്രോസസ്സ് അല്ലായിരുന്നു. എങ്കിലും പിന്നീട് പിന്നെ ഞാൻ UN ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ ആദ്യമായിട്ട് ഇൻറ്റേണായി ജോയിൻ ചെയ്തു. പിന്നെ അതിനുശേഷം ആ ട്രെയിനിഷിപ്പിന് ശേഷം കൺസൾട്ടൻ്റായി. അതിനുശേഷം പിന്നെ ബ്രസൽസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ മൈഗ്രേഷൻ പോളിസി ഡെവലപ്മെൻറ്റ് ICMPD, അതും UN ഒരു അംബ്രല്ലയുടെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻ തന്നെയാണ്. അതിൽ ഇപ്പോൾ പ്രൊജക്റ്റ് ഓഫീസർ, ആദ്യം ജൂനിയർ പ്രൊജക്റ്റ് ഓഫീസറായിരുന്നു. സ്റ്റാഫായി ആദ്യം എൻറോൾ ചെയ്തു. പിന്നെ JPO ആയിരുന്നു ആദ്യം, ജൂനിയർ പ്രൊജക്റ്റ് ഓഫീസർ. ഇപ്പോൾ പ്രൊജക്റ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ മേഖല എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയാണ്. വിഷയം, ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം മൈഗ്രേഷനാണ്. മൈഗ്രേഷൻ അതിനുള്ള കാരണവും, ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു പ്രവാസിയാണ്, ഇന്നും പ്രവാസിയായി തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പേഴ്സണൽ അതേപോലെ തന്നെ പ്രൊഫഷണൽ 2 രീതിയിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഹാർട്ടിൽ ഫീലിംഗ് ഉള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ അപ്പോൾ ആ വിഷയത്തിൽ വർക്ക് ചെയ്യാനും, പിന്നെ നമ്മളെ ജനിച്ച് വളർന്ന നാട്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ത്യ പോർട്ട്ഫോളിയോയുടെ അണ്ടറിലാണ്. അപ്പോൾ നമ്മളെ നാടിന് വേണ്ടി ഉള്ള ഒരു ചെറിയ രീതിയിൽ ഇപ്പോൾ ഉപകാരപ്പെടുന്ന രീതിയിലും കൂടി നമ്മളെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ചുരുങ്ങിയ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച്. അതെ, തീർച്ചയായിട്ടും ചെറിയൊരു സമയത്തിനുള്ളിൽ ഈ ഒരു ലൈഫ് ജേണി, ഒരു 10 വർഷത്തിലധികമുള്ള പഠന കാലയളവ്, അതോടൊപ്പം തന്നെ നിലവിൽ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഡിപ്ലോമസി കരിയറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു മൈഗ്രേഷൻ എന്നുള്ളത് വളരെ പേഴ്സണലി ബിലോങ്ങിങ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു താല്പര്യം സ്വാഭാവികമാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ ഒരു ഡിപ്ലോമാറ്റിക് കരിയർ എന്നുള്ളൊരു താല്പര്യം എന്നു മുതലാണ് തുടങ്ങിയത്? അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന സമയം തന്നെ അങ്ങനെ ആണോ പ്ലാൻ ചെയ്തിരുന്നത് കാര്യങ്ങൾ? അത് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പഠിച്ച് ഒരു 5ാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് ആണ് ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ ഇപ്പം ചോദിക്കും, എനിക്ക് എന്താണ് ആവേണ്ടത്, വലുതാകുമ്പോൾ എന്തായി തീരണം എന്നാണ് ആഗ്രഹം എന്നുള്ള ചോദിക്കുമ്പോൾ അന്ന് ഞാൻ കാണുന്നത് എൻ്റെ വല്യപ്പാനെയാണ്. എൻ്റെ വല്യപ്പയാണെന്ന് അന്ന് വല്യപ്പ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാവും അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി കൂടിയാണ് അമീൻക.
അപ്പോൾ വല്യപ്പ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂൾ മാഷും കൂടിയായിരുന്നു, ഹിസ്റ്ററി ആയിരുന്നു സബ്ജക്റ്റ് വല്യപ്പാൻ്റെ. അപ്പോൾ ആ വിഷയത്തോട് എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ട് തന്നെ സോഷ്യൽ സയൻസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ അത് വീട്ടിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കും. എനിക്കും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉമ്മയപ്പയും ഉള്ള നമ്മൾ വളരുന്ന സമയത്ത് തന്നെ ഈ ലേബർ ഇന്ത്യൻ്റെ ബുക്കുകളും അതൊക്കെ ഇങ്ങനെ ഇയർ ബുക്ക്, ആ സമയത്ത് ലേബർ ഇന്ത്യ ഇയർ ബുക്കുകൾ ഇറക്കുമായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഇങ്ങനെ പിന്നെ കൊണ്ടുവന്നും അതിങ്ങനെ വായിക്കും. അപ്പോൾ അതിലുള്ള ഓരോ കാര്യങ്ങൾ, ലോക വിവരങ്ങൾ, അപ്പോൾ ചെറുപ്പം തൊട്ടേ ഈ സാമൂഹ്യ അതേപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികളിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമായിരുന്നു ഇപ്പം. അതിങ്ങനെ പറഞ്ഞു തരും, ലോക രാജ്യങ്ങളെക്കുറിച്ചും അതേപോലെ ലോകരാജ്യങ്ങളുടെ ഓരോ പിന്നെ അന്ന് ശീതകാല പിന്നെ കോൾഡ് വാറിനെ കുറിച്ച്, വേൾഡ് വാറിനെ കുറിച്ച്, പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ലോക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ സിവിൽ സർവീസിലേക്ക് പോകണമെന്നായിരുന്നു. ഇന്ത്യൻ സിവിൽ സർവീസ് ആ ഒരു രീതിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയം സോഷ്യൽ സയൻസ് ആയിരുന്നു. അതിൽ പിന്നെ എക്സൽ ചെയ്യാനുള്ള ഏറ്റവും അന്ന് നമ്മൾ കാണുന്ന കരിയറിൽ നമ്മൾ കാണുന്ന ഏറ്റവും ടോപ്പായിട്ട് ഉള്ളൊരു മേഖല നോക്കുമ്പോൾ സിവിൽ സർവീസ് എഴുതണം എന്നായിരുന്നു. പിന്നീടാണ് ഞാനൊരു 8ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്താണ് നമ്മൾ ഒക്കെ ഇങ്ങനെ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ഒന്ന് അഹമ്മദ് സാഹിബ് UN പ്രസംഗിച്ചു, UN പോയി പ്രസംഗങ്ങൾ ചെയ്തു എന്നൊക്കെ ഉള്ളത് ഇതിങ്ങനെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ KMCCയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു സൗദിയിലായ സമയത്ത്, ഇപ്പോൾ റിയാദിൽ. അപ്പോൾ അന്നങ്ങനെ അഹമ്മദ് സാഹിബ് അവിടെ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പിന്നെ അതുപോലെ MK മുനീർ സാഹിബൊക്കെ റിയാദിൽ ഇതേപോലെ ഓരോ സംഘടനാ രീതി പരിപാടിക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അതിൻ്റെ ക്ലാസ്സുകളും അവരുടെ ആയിട്ടുള്ള ഇൻട്രാക്ഷനുകളൊക്കെ കേൾക്കുമ്പോൾ ആണ് ആദ്യമായിട്ട് UN കുറിച്ച് കേൾക്കുന്നത്. പിന്നെ പേരായിരുന്നു ശശി തരൂർ. ആ സമയത്ത് UN റിട്ടയറായി കേരള രാഷ്ട്രീയത്തിൽ ജോയിൻ ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള, ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു ബോഡിയെക്കുറിച്ചും അത് ചെയ്യുന്ന വർക്കിനെ കുറിച്ചൊക്കെ കേട്ട് പരിചയം. ഞാൻ ആ സമയത്ത് സ്കൂൾ ക്വിസിങ്ങിനൊക്കെ എപ്പോഴും പോകുമായിരുന്നു. ഒരു വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും, ഞാനത് അപ്പോൾ അതിങ്ങനെ ഈ ലേബർ ഇന്ത്യയിലൊക്കെ വരുന്ന ഓരോ സംഗതികൾ നമ്മൾ GK ജനറൽ നോളജ് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയായിരുന്നു. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നിന്നാണ് പിന്നീട് പിന്നെ UN എന്ന് കേൾക്കുക. സിവിൽ സർവീസ് ആയിരുന്നു ആദ്യ ഗോള്. അപ്പോൾ 10th കഴിഞ്ഞ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ പഠിക്കുന്ന സ്കൂളിൽ സോഷ്യൽ സയൻസ് സ്ട്രീം അന്ന് ആൺകുട്ടികളിൽ ആരും എടുക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ പെൺകുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിൽ ഒരു ആൺകുട്ടി ആവും എന്നുള്ള ആ ഒരു ഇത് ഉണ്ടായത് കൊണ്ട് ഞാൻ പിന്നെ സയൻസ് തന്നെ ഞാൻ ചൂസ് ചെയ്തു. ആ ഒരു സംഗതി പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലും പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ് 10ാം ക്ലാസ്സിൽ നല്ലൊരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സയൻസ് സ്ട്രീം ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിദേശത്തായിരുന്നു, സൗദിയിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലത്തെ ഒരു ഇതുണ്ടോ? പ്രത്യേകിച്ച് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയർ ആക്കുക, ഡോക്ടർ ആക്കുക, നല്ല ഉയർന്ന മാർക്കുള്ള ഒരാൾ സോഷ്യൽ സയൻസ് സ്ട്രീമിലേക്ക് മാറുമ്പോൾ ആ രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ട് ഈവൻ ഞാനിതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്ത ഒരാളാണ്. അപ്പം പ്രത്യേകിച്ച് പാരൻസിനപ്പുറത്തേക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് വരെ ഇങ്ങോട്ട് ചോദ്യങ്ങൾ വന്നിരുന്നു, എന്തുകൊണ്ടാണ് അതിലേക്ക് മാറുന്നത്, നല്ല മാർക്കുണ്ടല്ലോ, സയൻസ് എടുത്തുകൂടെ എന്നൊക്കെ ഉള്ള. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നേരിട്ടിരുന്നോ? അതിനെ ഈ ഒരു കാലഘട്ടത്തിലും എങ്ങനെയാണ് കാണുന്നത്? അത് ഇന്നും വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അത് പലപ്പോഴും നമ്മളെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒന്ന് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ കരിയർ എന്ന് ചിന്തിക്കുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് പ്രസ്റ്റീജും അതേപോലെ തന്നെ ഏണിങ്ങുമാണ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കാനാണ് പഠിപ്പിച്ചുള്ളത്. എൻ്റെ വീട്ടിൽ ചെറുപ്പം തൊട്ടേ നമുക്ക് വളരുന്ന സമയത്ത് തന്നെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ബോധം വീട്ടിൽ ഇപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിനക്ക് എന്തിനാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അന്ന് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു, എനിക്ക് സിവിൽ സർവീസ് ആ ഒരു മേഖലയിലേക്കാണ് പോകേണ്ടത്. എനിക്ക് ഹ്യൂമാനിറ്റീസാണ് എനിക്കിഷ്ടം. എനിക്കിഷ്ടമില്ലാത്ത വിഷയം ഏതാണെന്നും എനിക്കറിയായിരുന്നു. അത് മാത്സ് ആയിരുന്നു എനിക്കിഷ്ടമില്ലാത്ത വിഷയം. ഞാൻ വീക്കായിരുന്നു മാത്സിൽ. അപ്പോൾ ഈ ഇഷ്ടമില്ലാത്ത ഇതുണ്ടല്ലോ, നമ്മൾ ഇഷ്ടമില്ലാത്ത സംഗതി നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് സിമ്പിളായിരുന്നു. എനിക്ക്
അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രഷറും ഈ കാര്യത്തിൽ വന്നിട്ടില്ല. പ്രഷർ മാത്രമല്ല, അത് എന്നെ എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റിൽ എക്സൽ ചെയ്യാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പ പ്രത്യേകിച്ച് തന്ന സപ്പോർട്ട് അത് വളരെ ട്രമെൻഡസ് രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കരിയറിലാണെന്നുണ്ടെങ്കിലും പഠനത്തിനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇന്നും ഈ ഒരു സയൻസ് സ്ട്രീം ആണ് ഏറ്റവും നിങ്ങൾക്ക് ഏൺ ചെയ്യാനും അതേപോലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലികളിലേക്ക് എത്തിച്ചേരാനും അതിൽ സംശയമൊന്നുമില്ല. അത് പിന്നെ കുറേ അധികം ഇന്ന് നമ്മളെ വേൾഡിൽ AI, റോബോട്ടിക്സ്, പിന്നെ ഏജ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു ഫോർത്ത് ഇൻഡസ്ട്രിയൽ, ഫിഫ്ത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒക്കെ ഈ കാലഘട്ടത്തിൽ സയൻസ്, മാത്സ് ഈ ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സാധ്യതകൾ വളരെയേറെ ഉണ്ട്. പക്ഷേ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് താല്പര്യമുള്ളവർ അതിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും പല രീതിയിലുള്ള സാധ്യതകളും ഇന്ന് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം അത് വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും പാരൻസ് ആണെന്നുണ്ടെങ്കിലും ഗൈഡ് ചെയ്യണം, ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഗൈഡ് ചെയ്യണം. എന്തുകൊണ്ട് 10A+ കിട്ടിയ ആളാണല്ലോ, അല്ലെങ്കിൽ CBSE ആണെങ്കിൽ നിങ്ങൾക്ക് CGPA 9.5 9.8 കിട്ടിയ ആളാണല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? സയൻസ് എടുത്തൂടെ? എന്നിട്ട് പിന്നെ JEE, നീറ്റ് ഇതൊന്നും എഴുതിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പ്ലാൻ B ആയിട്ട് നിങ്ങൾക്ക് പോകാമല്ലോ. സയൻസ് എടുത്താൽ ഏത് വിഷയത്തേക്കും തിരിയാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഓൾറെഡി 10th കഴിഞ്ഞ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങളെ ഫീൽഡ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് തന്നെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യണം. അതിലും സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ മക്കളുടെ ഒരു ആഗ്രഹം, താല്പര്യമൊക്കെ അവർ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഞാൻ കരിയർ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വേ അവർക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്കിനെ സംബന്ധിച്ചിടത്തോളം പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ട്രമെൻഡസ് ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത്തരത്തിൽ കൃത്യമായിട്ടൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പോകുന്ന ആളുകൾ പിന്നെ ഒരു സയൻസ് എടുത്തുകൊണ്ട് പിന്നീട് സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളത് കാണുന്നതിനപ്പുറം ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാരൻസിൻ്റെ സപ്പോർട്ടും അതിനോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു +2 ശേഷം സോഷ്യൽ സയൻസ് സ്ട്രീമിലേക്ക് മാറി പിന്നീട് എത്തുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. ഇന്ത്യയിൽ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ഒരു IIT എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ ഹൈദരാബാദ് ക്യാമ്പസിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെയ്തിരുന്ന ഒരു കോഴ്സ്, അത്തരത്തിലുള്ളൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചപ്പോൾ ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന IIT HSE, IITയുടെ സോഷ്യൽ സയൻസ് എക്സാമിലും അമീൻക്കാക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു, ക്ലിയർ ചെയ്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് IIT HSE ഒഴിവാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് വന്നു എന്നുള്ളൊരു കാരണം കൂടി പറയാൻ നന്നാവും തോന്നുന്നു. ഞാൻ പിന്നെ 12th കഴിഞ്ഞ സമയത്ത് ഞാൻ സയൻസ് സ്ട്രീം ആയിരുന്നല്ലോ. പക്ഷേ എനിക്ക് സോഷ്യൽ സയൻസ് ഇല്ല പിന്നെ മുമ്പോട്ട് പോകാനായിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ ആ സമയത്ത് പിന്നെ മെഡിക്കൽ എൻട്രൻസ് എഴുതിയിരുന്നു. അതെഴുതി. അതേപോലെ തന്നെ ടിസ്സിൻ്റെ ടിസ് BA ടെസ്റ്റ് എന്നായിരുന്നു എൻ്റെ പേര്. ടിസ്സിൻ്റെ എക്സാം എഴുതി. പിന്നെ ഈ IIT HSEയുടെ എക്സാമും എഴുതിയിരുന്നു. IIT HSE പിന്നെ IIT എന്നുള്ളത് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ളത് എല്ലാവർക്കും നമുക്കറിയാം. പക്ഷേ അത് സോഷ്യൽ സയൻസിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് പുതുതായി അവർ തുടങ്ങിയ ഒരു കോഴ്സായിരുന്നു ചെന്നൈയിലെ IIT HSE എന്നുള്ളത്. ടിസ് 1950s മുതൽ ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് റിസർച്ച്, ക്രിട്ടിക്കൽ തിങ്കിങ് ഈ ഒക്കെ രീതിയിൽ പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോഷ്യൽ സയൻസിലെ IIT എന്ന് തന്നെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ചോയ്സ് എനിക്ക് സിമ്പിളായിരുന്നു. പിന്നെ IIT, അതേപോലെ IIT പിന്നെ അതിൽ കുറേ പ്രാക്ടിക്കൽ റീസൺസും ഉണ്ടായിരുന്നു. 5 year കോഴ്സായിരുന്നു IIT HSEയുടെ. BA MA കമ്പൈൻഡ് ആയിരുന്നു. അതേപോലെ 3 years കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രേഡ് അനുസരിച്ച് ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറെ പിന്നെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഇങ്ങനെ മാസ്റ്റേഴ്സ്, ഈ 2 ഓപ്ഷൻ ഒക്കെ ആയിരുന്നുള്ളത്. പിന്നെ അപ്പോൾ അതൊരു 5 year കമ്മിറ്റ്മെൻറ്റാണ്. ടിസ്സിലത് 3 year ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ടിസ്സിൻ്റെ പിന്നെ ഓഫ് ക്യാമ്പസ് ആയിരുന്നു ഹൈദരാബാദുള്ളത്. ടിസ്സിൻ്റെ മെയിൻ ക്യാമ്പസിലേക്ക് പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇതൊരു പ്രോസസ്സായിരുന്നു. ആ ടെസ്റ്റ് ബാറ്റ് അല്ലെങ്കിൽ IIT HSEയുടെ എക്സാം തന്നെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുവരെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ചോദ്യങ്ങൾ. നമുക്കൊരു എസ്സേ എഴുതാൻ പറയുന്നു. അപ്പോൾ നമ്മളെ ഒപ്പീനിയനാണ് അവിടെ നോക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ
പിന്നെ എക്സാംസൊക്കെ അതിൽ നോക്കുന്നത് ഒരു വിഷയത്തിൽ എന്താണ് നമ്മളെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ നമ്മളെ കാഴ്ചപ്പാട് എന്താണ്, നമ്മളെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, നമ്മളെ വിഷൻ എന്താണ്, ഇതൊക്കെയാണ് അവർ അതിൽ അനലൈസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഒബ്ജക്റ്റീവായിട്ടുള്ള പിന്നെ അനലിറ്റിക്കൽ തിങ്കിങ്ങും മാത്സും ജി കെയും ഇംഗ്ലീഷും അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ബാക്കിയൊരു ഭാഗത്ത് ഈ ടെസ്റ്റുകളിലൊക്കെ നോക്കുന്നത് അതാണ്. അത് തന്നെയായിരുന്നു എൻ്റെ ടെസ്റ്റിലെ അനുഭവം. അത് തന്നെയായിരുന്നു അവിടെ പഠിച്ച 3 വർഷം. ഞാൻ മോർ ദാൻ ലേണിംഗ് ഐ വാസ് അൺലേണിങ് മൈസെൽഫ്. കുറേ രീതിയിൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ വളർന്ന നമ്മളെ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ അൺലേണും കൂടി ചെയ്യുമായിരുന്നു. അതുപോലെ നമ്മൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് ഈ ഒരു ഫീൽഡിൽ, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് ഫീൽഡിലൊക്കെ കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ട ഒരു കീ സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോഷ്യൽ ഇനീക്വാലിറ്റി മുതൽ പിന്നെ ആ സമയത്തുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ട കാഴ്ചപ്പാടുകളും, അതേപോലെ ഇന്ത്യയുടെ ട്രജക്ടറി, ഇന്ത്യയിലെ നോർത്ത് സൗത്ത് ഡിവൈഡ്, അതേപോലെ നോർത്ത് പല ഗ്രാമങ്ങളിലുള്ള അവസ്ഥ, അപ്പോൾ ഇൻറ്റേൺഷിപ്പുകൾ, നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ഇതൊക്കെ ടെസ്സിലെ 3 വർഷത്തെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടെസ്സിൽ പഠിച്ച സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തൊരു ഇൻറ്റേൺഷിപ്പായിരുന്നു ആദിലാബാദ് എന്ന് പറയും, തെലങ്കാനയിലെ ആദിലാബാദ്. അത് മാവോയിസ്റ്റ് ഒക്കെ പിന്നെ മാവോയിസ്റ്റ് കേന്ദ്രമായിരുന്നു 60s and 70s. പിന്നെ ഒരു ട്രൈബൽ ബെൽറ്റും കൂടിയാണ്. അവിടെ ഞാൻ 2 ആഴ്ച പോയി താമസിച്ച് അവിടുത്തെ സർപ്പഞ്ചിൻ്റെയും അവരുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഉള്ളൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിസിറ്റി എത്താത്ത, റോഡുകളില്ലാത്ത ഗ്രാമം. അവിടെ രാവിലെ നമ്മളും അവിടുത്തെ ആളുകളെ പോലെ പിന്നെ അവിടുത്തെ പുഴയിൽ പോയി കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, വരുന്നു, അവിടെ ഇരിക്കുന്നു. അതൊരു ഗ്രാമമാണ്. അപ്പോൾ ആ ട്രൈബ്, നമുക്ക് ശരിക്കുള്ള ഇന്ത്യ എന്താണ്, ഗ്രൗണ്ട് റിയാലിറ്റിയും കൂടിയും ഇങ്ങനത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, ഇപ്പോൾ ടെസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുമ്പോൾ അത് വേറെ എവിടെയും കിട്ടില്ല. ക്ലാസ് മുറികളിൽ മാത്രമല്ല പഠനത്തിൻ്റെ അതും, പിന്നെ അതേപോലെ എക്സാമും അവിടുത്തെ പിന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന അസസ് ചെയ്യുന്ന രീതിയും ഒരിക്കലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. എല്ലാം ലോങ് ആൻസർ ആയിരുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എസ്സേസ് ആയിരുന്നു. വായന ഒക്കെ പരിപോഷിപ്പിച്ചെടുക്കാൻ ആ ഒരു 3 വർഷത്തെ എൻ്റെ ടെസ്സിലുള്ള കാലയളവ് സഹായിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പഠനത്തോടൊപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് എവിടെ പഠിക്കുക എന്നുള്ളത്, ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ പഠിക്കുക എന്നുള്ളത് ഈ ഒരു അനുഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം, കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ എക്സ്പീരിയൻസ് ആവട്ടെ, എക്സ്പോഷർ ആവട്ടെ, നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അമീൻകയുമായിട്ട് സംവദിക്കാനുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.